മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്ന ടി.വി.കെ. സർക്കാരിന്റെ നയപ്രഖ്യാപനം. വന്ദേമാതരം ഒഴിവാക്കി തമിഴ് തായ് വാഴ്ത്ത് ദേശീയഗാനം എന്നിവ ആലപിച്ചാണ് 17ാം തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങിയത്. DMK സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് നയപ്രഖ്യാപനത്തിൽ നടത്തിയത്. കേരളത്തിന്റെ കൂടി ചുമതലയുള്ള ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് ജോസഫ് വിജയ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേരളത്തിനെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തിയത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കം തടയുമെന്ന് പറഞ്ഞ ഗവർണർ ജലനിരപ്പ് ഉയർത്തണമെന്ന തമിഴ്നാട് നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. This government will take firm measures to prevent the government of Kerala's attempt to build a new dam and will take concerted action to carry out repair works in the Mullayi-Periyar Dam area and raise the water level of the dam. DMK ഭരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില തകർത്തതായും പൊതുകടം 10 ലക്ഷം കോടിയായി വർദ്ധിപ്പിച്ചതായും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ കുറ്റപ്പെടുത്തി. In the last 5 years alone, the debt has nearly doubled, reaching the level of rupees 10 lakh crores. As a result, every individual living in Tamil Nadu bears a debt burden of more than 1 lakh rupees. ദ്വിഭാഷാ നയം തുടരുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കി. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർക്കും. കേന്ദ്രത്തിനെതിരായ വിമർശനം ഗവർണർ വായിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ദ്രാവിഡ പാർട്ടികളുടെ നിലപാട് തന്നെയാകും ഈ സർക്കാരിനെന്നും ഗവർണറുടെ പ്രസംഗം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.